ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് ഞാൻ വന്നത് നിങ്ങൾക്ക് ഒരു ഐറ്റത്തെ പരിചയപ്പെടുത്തി തരാനാണ്. നിങ്ങൾ കണ്ടു കാണും ഈ പുള്ളിയെ. വലിയ പാസ്റ്ററൊക്കെയാണ് ബിനു വാഴമുട്ടം. ഒരു വാഴയാണ്, ഒരു പെന്തക്കോസ് വാഴ. ഇയാൾ ഭയങ്കര വലിയ അത്ഭുത ശക്തിയും അത്ഭുത ഇതുമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. പലരെയും മതം മാറ്റി, ഹിന്ദുക്കളെയൊക്കെ മതം മാറ്റി പുള്ളിയുടെ സഭയിലോട്ടൊക്കെ കൊണ്ടുവരും. അങ്ങനെ പുള്ളിക്കാരന് പിന്നെ മുസ്ലിംസിൻ്റെ ഏരിയയിലൊന്നും പോകത്തില്ല. അവിടെ മത വർക്കാകത്തില്ലല്ലോ, അവിടെ പറ്റത്തില്ല. ഹിന്ദുക്കളെ അല്ലേ ഹിന്ദുക്കൾക്ക് മാത്രമല്ലേ ഉള്ളൂ ദൈവം ഇല്ലാത്ത, അവരുടെ ദൈവം മാത്രമല്ലേ ശരിയല്ലാത്ത. അതുകൊണ്ട് അവരെ മാത്രമേ മതപരിവർത്തനത്തിന് കൊണ്ടുപോകത്തുള്ളൂ. കഴിഞ്ഞ ദിവസം പുള്ളിക്കാരൻ്റെ വേറെ ഒരു വീഡിയോ ഒക്കെ കണ്ടായിരുന്നു. ഭദ്രകാളി ദേവിയൊക്കെ പുള്ളിക്കാരൻ അധിക്ഷേപിച്ച് വീഡിയോ ഒക്കെ ചെയ്തേക്കുന്നു. അത് ഒരു ഹിന്ദു കുടുംബത്തെ മതപരിവർത്തനം ചെയ്യുന്ന അവരെ പറയുന്ന നിങ്ങളുടെ ഭദ്രകാളി ഇതൊക്കെയാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ അവരെ ചെയ്യുന്നൊരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അതിന് ആൾക്കാർ അതിനുള്ള മറുപടിയും കൊടുത്തിട്ടുണ്ട്. പിന്നെ പുള്ളിക്കാരൻ വലിയൊരു കാരുണ്യ പ്രവൃത്തിയൊക്കെ ചെയ്യുന്നുണ്ട്. പുള്ളി സ്വന്തമായിട്ട് ഓൾഡ് ഏജ് ഹോമും പിന്നെ കുട്ടികൾക്ക് വേണ്ട ഇതുമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരൻ ഒരു 17 വയസ്സുള്ള ചെറുക്കനെ പുള്ളിക്കാരൻ ഈ കുട്ടിയെ ഞാൻ ഏറ്റെടുത്തോളാം, ഇവൻ്റെ പഠിത്തവും ചെലവും എല്ലാം ഞാൻ ഏറ്റെടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് ഈ ബിനു തീവ്രവാദി, പെന്തക്കോസ് തീവ്രവാദി ഈ കുട്ടിയെ എടുത്ത് വെച്ചിട്ട് പുള്ളിക്കാരൻ്റെ ഓൾഡ് ഏജ് ഹോമിലാക്കി ഞാൻ പഠിപ്പിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഈ 17 വയസ്സുള്ള ചെറുക്കനെ ഇവിടെ ഈ ഓൾഡ് ഏജ് ഹോം നടത്തുന്നതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വലിയ കഴിവുള്ള വ്യക്തികളൊക്കെയാണ്. 40 കേസിലൊക്കെ പ്രതിയാണ്, ഗുണ്ടകളാണ് ഈ ഓൾഡ് ഏജ് ഹോമിൻ്റെ നടത്തിപ്പുകാർ, ബിനുവിൻ്റെ വലം കൈ ഇടം കൈയൊക്കെ. അപ്പോൾ ഈ ഗുണ്ടകളെല്ലാം കൂടെ ചേർന്ന് നടത്തുന്ന ഒരു സ്ഥാപനമാണിത്. അങ്ങനെ ഈ കുട്ടിയെ തല്ലി ശരിയാക്കി. അപ്പോൾ ഈ കുട്ടിയെ നിങ്ങൾ എന്നിട്ട് വീഡിയോ ഒക്കെ കണ്ടു കാണും. BJP ഒക്കെ ഇടപെട്ടിട്ട് ഈ ഓൾഡ് ഏജ് ഹോം പിന്നെ ഇയാളുടെ ഈ വർക്ക്ഷോപ്പ് സെൻറ്റർ അതുമെല്ലാം നടത്തിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഭാര്യ ഫ്രണ്ടിൽ ഭയങ്കര പ്രതിഷേധമൊക്കെ കണ്ടു. അയ്യോ, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണേ, ഞങ്ങൾക്ക് ആരാധിക്കണേ. ജീവിതത്തിൽ അവർ ഏകദൈവത്തെ അല്ലാതെ വേറെ ആരെയും വിളിക്കാത്ത അവർ ഭാരത് മാതാവിനെയും വിളിച്ചു. പിന്നെ കൈകൊണ്ട് തൊടാത്ത ഭരണഘടനയും അംബേദ്കറിനെയും ഒക്കെ വിളിച്ചു. അംബേദ്കറെ ഞങ്ങൾക്ക് ആരാധിക്കണം, ഇങ്ങനെയൊക്കെ പിടിച്ച് അങ്ങ് കരയുവാണ്. അതിനകത്ത് ഒരു ചേട്ടനുണ്ട്, എനിക്ക് ആരാധിക്കണേ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ അങ്ങ് കൈ പൊങ്ങിപ്പോയി. ഞാൻ ഓർത്ത് അങ്ങേര് വല്ല ഫിറ്റ്സും വന്ന് ചാവുന്ന. അങ്ങേർക്ക് അവിടെ ആരെങ്കിലും ഉണ്ടെന്നൊരു കമ്പി കൊടുക്കും. അപ്പോൾ ഒരു ചേച്ചി ഉണ്ട്, നമുക്ക് ആരാധിക്കാം. ഇങ്ങനത്തെ ടീമുകളാണ്. അപ്പം ഈ ബിനുവിൻ്റെ കൂട്ടത്തിലുള്ളൊരു ചേച്ചി പിന്നെ പറഞ്ഞു തന്നാൽ ഈ 17 വയസ്സുള്ള കുട്ടിയാണ് അവരെ ആക്രമിച്ചെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ബിനു ഭയങ്കര കഴിവും ബാക്കിയുള്ളവരുടെ ഭയങ്കര സംഭവങ്ങളൊക്കെ വിളിച്ച് പറയാനായിട്ട് അവരുടെ വീട്ടിലെ എന്തൊക്കെ ഇത് ചെയ്ത് അവരെന്തൊക്കെ ഉച്ചയ്ക്ക് തിന്നു വരെ പറയാൻ കഴിവുള്ള വ്യക്തിയല്ലേ ബിനു. എന്നിട്ട് ഈ കുട്ടി ഈ ബിനുവിനെ ഇവൻ്റെ കൂട്ടാളികളെ ആക്രമിക്കുമെന്ന് യേശുക്രിസ്തു കാണിച്ചു കൊടുത്തില്ലേ? ദൈവം യഹോവ കാണിച്ചു കൊടുത്തില്ലേ? അതെന്താ ബിനു, നിനക്ക് കാണത്തില്ലായിരുന്നു അന്നപ്പം? നീ ഭയങ്കര അത്ഭുത ശക്തിയൊക്കെ പ്രവചിക്കുന്ന പുള്ളിയല്ലേ, നിനക്ക് അത് മാത്രം കാണാൻ പറ്റിയില്ലായിരുന്നോ? നിന്നെ ആക്രമിക്കും, എന്നിട്ട് അയ്യോ ഞാനൊന്നും ചെയ്തിട്ടില്ലേ, ഞാൻ സത്യസന്ധനാണ്. അവനെ കണ്ടാലേ അറിയത്തില്ല ആ ബിനു എന്ന് പറഞ്ഞവനെ, പിന്നെ അവൻ്റെ കൂട്ടാളിയെ. പിന്നെ ഇവൻ കുറേ കുപ്പിയിലാക്കി കുറേ ഭൂതങ്ങളെ വെച്ചിട്ടുണ്ട്, ഇവൻ്റെ അടിമകൾ. അതുകൊണ്ട് ദയവേത് ഈ പൊട്ടത്തരമൊക്കെ നാട്ടുകാരൊന്ന് മനസ്സിലാക്കുക. ഈ പിന്നെ ഇവർ പറയുന്നുണ്ടല്ലോ, അതിലെ വേറെ ഒരു ബെന്തക്കോസ് തീവ്രവാദി 40 ലക്ഷം അനുയായികളുണ്ട് ഞങ്ങൾക്ക്. ഇവരെന്താ ഗുണ്ടകളെ ഉണ്ടാക്കുവാണോ? ഞങ്ങൾ പണ്ട് കാശൊക്കെ മേടിച്ച് ചെയ്തുകൊണ്ടിരുന്ന പരിപാടിയാണ് ഇതൊക്കെ, ഞങ്ങൾക്ക് ഇനിയും ചെയ്യാൻ അറിയാം. സോ നാട്ടുകാരൊക്കെ ഒന്ന് മനസ്സിലാക്കി ഈ ബെന്തക്കോസ് എന്ന സാധനം എന്താണ്. ഒരു മണ്ണാങ്കട്ടയില്ല അതിൽ. ചുമ്മാ ആളുകളെ പാറ്റിച്ച് തിന്ന് ജീവിക്കുക. എന്നിട്ട് ഒരു വൃദ്ധസവനോ അല്ലെ പാവങ്ങളെ സഹായിച്ചിട്ട് അതിൻ്റെ ഫോട്ടോയും ഇതുമൊക്കെ എടുത്തിട്ട് അന്യ രാജ്യങ്ങളിൽ നിന്ന് കാശ് നക്കി തിന്നുന്ന ഒരു കൂട്ടവരാ. ഇതാണ് ബെന്തക്കോസ്. എല്ലാം കണക്കാണ്. അതിലെ ഏറ്റവും വലിയ തോന്നിവാസികളാണ് ബെന്തക്കോസ്. ഇവർക്ക് മതപരിവർത്തനം. എന്നിട്ട് അമേരിക്കയിൽ നിന്നും യൂറോപ്പും മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇവിടെ നിന്നൊക്കെ കാശ് നക്കി മേടിച്ച് നിന്നിട്ട് പോക്കറ്റ് ഇടുക. ഇതാണ് ബെന്തക്കോസ്. അല്ല, ഇതിലൊരു ദൈവവും ഇല്ല. നിങ്ങളത് ആദ്യം മനസ്സിലാക്കണം. ഇവറ്റകൾ കട്ട തീവ്രവാദികളാണ്. ഇവർ കൊലയൊന്നുമില്ല. പക്ഷെ മതപരിവർത്തനവും പിന്നെ ആളുകളുടെ ഉള്ളിൽ ഈ വിഷം കുത്തിവെച്ച് മറ്റു മതങ്ങളിലുള്ളവർ, ഇവർക്ക് മുസ്ലിംസിൻ്റെ അടുത്തൊന്നും പോകത്തില്ല, അതിനുള്ള ഉറപ്പില്ല ഇവർക്ക്. അല്ലാതെ ഈ ഹിന്ദുക്കളുടെ അടുത്തും പോയിട്ട് അയ്യോ നിങ്ങൾ താന്ന ജാതി മറ്റേതാ ഈഴവ മറ്റേ ഇവരൊക്കെയാ, നിങ്ങൾ നമ്മുടെ ഇതിവാ, ഏകദൈവം നമ്മളേ ഉള്ളൂ,
അല്ല നമ്മുടെ ഇതിലോട്ട് വാ എന്നൊക്കെ പറഞ്ഞ് മരപരിവർത്തനം ചെയ്യുന്നത് ഇവർ മാത്രമേ ഉള്ളൂ. ഇവരെ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവർക്ക് കുറേ കൂട്ടരുണ്ട് ഈ പോയി കിടക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ആൾക്കാരൊന്നും മനസ്സിലാക്കിയിട്ട് ഇത് തിരിച്ചറിയുക. ഈ ബെന്തക്കോസ് എന്ന് പറഞ്ഞാൽ ഉടായിപ്പ. ഇവനെപ്പോലുള്ള ബിനു പാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇവനെയൊക്കെ പിടിച്ച് ജയിലിലിടണം. ഇവനൊക്കെ പുറത്തിറങ്ങില്ല. ഇവനൊക്കെ പക്ക തേർഡ് റേറ്റ് ഗുണ്ടകളാണ്. ഇവൻ്റെ കൂട്ടർ 40 ലക്ഷത്തോളം ഗുണ്ടകളെ പോറ്റി വളർത്തുന്ന സ്ഥാപനമാണ് ഇവൻ്റെയൊക്കെ ബെന്തക്കോസ്. ഇവന് ഭയങ്കര ശക്തികളാണ് പ്രവചിച്ച് ഇവൻ്റെ സ്വന്തം പണി വരുന്നതൊന്നും ദൈവം ഇവന് പ്രവചിച്ച് കൊടുക്കത്തില്ല. അപ്പോഴേ മനസ്സിലാവും ഉടായിപ്പ്. ആളുകളെ ഉള്ളിൽ മതം കുത്തിക്കയറ്റി വെച്ച്, വിഷം കുത്തിക്കയറ്റി വെച്ച് ഇവനൊക്കെ ജീവിക്കുന്ന നാറിയാണ് ഈ ബിനു. അവൻ്റെ ഇത് 10-17 ഒരു സ്ത്രീ പറയുന്നുണ്ടായിരുന്നല്ലോ, ഇവൻ പിഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെ ഉപദ്രവിച്ചിട്ടാണ് വൃദ്ധരെയൊക്കെ ഇവൻ്റെ സ്ഥാപനത്തിൽ കൊണ്ടുവന്നിട്ട്. കാണുമ്പോൾ ഭയങ്കര സ്നേഹത്തോടൊക്കെ ഇവൻ കാണിക്കുന്നത്. പക്ഷേ ഇവൻ എന്തുമാത്രം സ്ത്രീകളെയും കുട്ടികളെയും കുഞ്ഞു പിള്ളേരെയും വൃദ്ധരെയും ഒക്കെ ഇവന് ഉപദ്രവിക്കുന്നുണ്ട്. ഇവൻ്റെ ഗുണ്ടകളും ഇവൻ്റെ സ്ഥാപനത്തിൽ ഭക്ഷണം പോലും ചോദിനേരം കൊടുക്കത്തില്ല. എന്നിട്ട് വലിയ കാരുണ്യ പ്രവർത്തനം. സോ നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇതിനെപ്പറ്റി ചിന്തിക്കുക. ഇതുപോലത്തെ നാറികളെ ഇനിയും പുറത്തു കൊണ്ടുവരണം. ഇതുപോലെ കുറേ നാറികളുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് സോ മച്ച്.